ലോകം ഭാഗ്യമെന്ന് വിളിക്കുന്നതിനെ ഭാഗ്യമല്ലാതെയും ലോകം ദുരിതമെന്നും സങ്കടങ്ങളെന്ന് പറയുന്നതിനെ മഹത്വീകരിച്ചും ഈശോ സംസാരിക്കുന്നതാണ് സുവിശേഷ ഭാഗ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അത് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ലോകക്രമത്തിന് നേരെ തലതിരിഞ്ഞാണ് ദൈവരാജ്യം നിൽക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നല്ലതുപോലെ പരിവർത്തിക്കാതെ സാധിക്കുകയുമില്ല. കരയുന്നവരെങ്ങനെയാണ് ഭാഗ്യവാന്മാരാകുന്നത്? പീഡിപ്പിക്കപ്പെടുന്നവരെങ്ങനെയാണ് ഭാഗ്യവാന്മാരാകുന്നത്? ലോകത്തിന് ഇത് മനസ്സിലാകത്തില്ല. അതല്ലേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ലോകത്തിന് ദൈവാത്മാവിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ അത് സാധിക്കുകയുമില്ല എന്ന്. നമ്മൾ കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നവരാണ്. ഈശോ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ലൂക്കയുടെ 6:20 തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിക്കാനിടയാകട്ടെ. ആമേൻ.